ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഈ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ പങ്കെടുക്കുമ്പോൾ സനീഷ് പറഞ്ഞ ആ പ്രശ്നം വളരെ ഗുരുതരമാണ്. അതുണ്ട്. കാരണം എന്തിന് ഈ കോൺക്ലേവ് നടത്തുന്നു എന്നതുണ്ടല്ലോ, അതിൻ്റെ ഒരു കോറ് അതിനെ തകർത്ത് കളയുന്ന രീതിയിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ അവിടുത്തെ പ്രസൻസ് എന്ന് സംശയമില്ലാതെ പറയാം. കാരണം അവിടെ പ്രസൻസ് ഇല്ലാത്ത കുറേ പേരുണ്ട്. ഇപ്പം നടൻ ദിലീപിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടോ? അദ്ദേഹത്തിന് അവിടെ ആ വേദിയിൽ സംസാരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഈ വിഷയത്തെ അവതരിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ചിലരുണ്ടല്ലോ. അതായത് ഇദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ്, നിഷ്കളങ്കനാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ക്രൈം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ദിലീപിനെ പറ്റി പറയുകയും ദിലീപിനെ ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്ത ഒരാളെ ഒരു ജുഡീഷ്യൽ പ്രോസസ് നടക്കുമ്പോഴാണ് ഇത് നടക്കുമ്പോഴല്ല, അത് കംപ്ലീറ്റ് ആയപ്പോഴല്ല, ഇത് നടക്കുമ്പോഴാണ് അങ്ങനെ ചേർത്ത് നിർത്തിയ ഒരാൾ അവിടെ വന്ന് ഈ അഭിപ്രായം പറയും. ഈ അഭിപ്രായങ്ങളുടെ ഒരു തുടർച്ചയുണ്ടല്ലോ. അതായത് അവിടെ കോൺക്ലേവിൽ പറഞ്ഞതല്ല, പിന്നീട് അതേക്കുറിച്ച് അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു ചാനലിൽ അദ്ദേഹം ഇരുന്ന് പൊട്ടിത്തെറിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇവരാരാണ് ഈ സ്ത്രീ ഇവിടെ വന്നിരുന്നിട്ട് എന്നെക്കുറിച്ച് തോന്നിയ ദിവസം പറയാൻ? അവർക്ക് അവിടെ വന്നിരിക്കാൻ ഒരു യോഗ്യതയും ഇല്ല എന്ന് പറയാണ് പുഷ്പവതിയെക്കുറിച്ച്. അവർ ഈ സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ ആണ് എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് ബോധ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. അല്ല, പുഷ്പവതിയുടെ കാര്യം പറഞ്ഞപ്പോൾ, പുഷ്പവതി പൊയ്പ്പാടത്ത് രാഘവൻ ലക്ഷ്മി ദമ്പതികളുടെ മകളായി ഒരു ദളിത് കുടുംബത്തിലാണ് ജനിച്ചത്. ഗായിക, സംഗീത സംവിധായിക, ഗാനരചയിതാവ്, കേരള സംഗീത നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷ, പാലക്കാട് ചെമ്പൈ മെമ്മോറിയൽ ഗവൺമെൻറ് മ്യൂസിക് കോളേജിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനിലും ആഴത്തിൽ പരിശീലനം നേടിയ ഗായിക, 1999 മുതൽ 2004 വരെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ആർട്ടിസ്റ്റ്, 2002 മുതൽ നിരവധി ചലച്ചിത്രങ്ങളിലെ പിന്നണി ഗായിക, മികച്ച ഗായികയ്ക്കുള്ള നിരവധി പുരസ്കാരങ്ങൾ, പൊയ്കയിൽ അപ്പച്ചൻ, ശ്രീനാരായണ ഗുരു, കബീർ, ടാഗോർ തുടങ്ങിയവരുടെ കൃതികൾ ഗാനങ്ങളാക്കി. അങ്ങനെ ഈ പറഞ്ഞാൽ ഇതിപ്പോൾ പെട്ടെന്ന് അത് മാത്രമല്ല, അതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരേ സമയം ഇവിടെ സ്ത്രീകളുടെ ഈ പങ്കാളിത്തത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഈ നിലയ്ക്കുള്ള അദ്ദേഹം ഉപദേശ രൂപേണയാണ് അത് പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ അത് വഴിമാറി പോയിട്ടുണ്ടെങ്കിലും, പക്ഷേ അങ്ങനെ ഒരു ഉപദേശം അവിടെ ആവശ്യമില്ല. ഇദ്ദേഹത്തിൻ്റെ ഉപദേശം പ്രത്യേകിച്ച് അവിടെ ആവശ്യമില്ല. ഇനി രണ്ടാമത് അവിടെ ഈ SC ST വിഭാഗക്കാർക്കുള്ള ഫണ്ടിനെ കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ ഉപദേശം അവിടെ ആവശ്യമില്ല.